പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബിരിയാണിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നോർത്ത് ഇന്ത്യൻ സലാഡിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഒരു സലാഡ് അഥവാ റൈത്ത ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് വെജിറ്റബിൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ കുറച്ച് മാത്രം മതിയാകും. ഞാനിവിടെ ഒരു 3 പച്ചമുളക്, 2 ചെറിയ സവോള, 2 തക്കാളി, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു മീഡിയം സൈസിലുള്ള കീര എടുത്തിട്ടുണ്ട് അഥവാ കുക്കുംബർ. അതിൻ്റെ പകുതി മാത്രമേ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു സീഡ്സൊക്കെ കളഞ്ഞിട്ട് വളരെ ചെറുതായിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള പച്ചമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ ഇതിൽ പച്ചമുളക് മാറ്റി പകരം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ തീരെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഇനിയും ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള സവോളയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരെണ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയും പുളിയില്ലാത്ത നല്ല കട്ട തൈരും കൂടെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയെടുക്കണം. നന്നായിട്ടിത് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കണം. ഇതാ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സലാഡായിട്ടുള്ള റൈത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. ബിരിയാണിയുടെ കൂടെയും നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. ഇതിവിടെ നോർത്ത് ഇന്ത്യൻസ് ഒരു നേരം അവരുടെ ഭക്ഷണത്തിൽ ഈ ഒരു റൈത്ത ഉൾപ്പെടുത്തും. നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്